ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഗോവും ഡോഹിനെയും എടുത്തുകൊണ്ട് കടയുടെ വെളിയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഡോഹിയും കണ്ണു തുറക്കുന്നു. നമ്മുടെ ഗോഡ് പോലും ആ ഒരു കാര്യം ഒരിക്കലും നടക്കുകയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ഗോവിന്റെ അടുത്ത് ഡോഹി ചോദിക്കുമ്പോഴത്തേക്കും ആ വലിയ അപകടത്തിൽ പോലും ഗോവൻ ഡോഹയുടെ കൈയൊക്കെ പിടിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു ടാറ്റു തനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന കാര്യമൊക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവരും ഇപ്പോൾ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. പവേഴ്സ് ഒക്കെ തിരിച്ചു വന്ന സന്തോഷത്തിൽ ഗോണും രാവിലെ തന്നെ ഓരോരോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പവേഴ്സ് തിരിച്ചു കിട്ടിയപ്പോൾ തന്നെ ഗോണും പഴയ ആളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ആകട്ടെ മനുഷ്യരുടെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഡെവിളാണ് ഏറ്റവും വലിയ ആളെന്നൊക്കെ പറഞ്ഞ് കളയൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് അവനും ഇരിക്കുന്നത്. ഡോഹിയും രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും നിന്നോട് ഞാൻ അനങ്ങുവാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോണും തിരിച്ചവളെ കിടത്തുവാനായിട്ടൊക്കെ നോക്കുന്നു. എനിക്ക് എന്തായാലും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള കൂട്ടത്തിലാണ്. മാത്രമല്ല സിഒ എത്തിയില്ല എങ്കിൽ കമ്പനിയിൽ ഒരു കാര്യങ്ങളും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് പോയേ മതിയാകും എന്നൊക്കെ പറഞ്ഞ് ഡോഹിയും ഇരിക്കുന്നു. ഗോൺ ഡോഹിനെ എടുത്തുകൊണ്ട് പോയി സോഫയിലൊക്കെ ഇരുത്തുകയാണ്. കാർ ആക്സിഡന്റിനെ ഒരിക്കലും ചെറുതാക്കി കാണുവാൻ സാധിക്കുകയില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ പോലും ഇതിന്റെ ഇമ്പാക്ട്സ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കുമെന്നൊക്കെ അവനും പറഞ്ഞു മനസ്സിലാക്കുവാൻ നോക്കുന്നുണ്ട്. നീ അല്ലായിരുന്നോ നിന്റെ പവേഴ്സ് ഒക്കെ കൊണ്ട് എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തന്നിട്ടുണ്ടായിരുന്നത്? നിനക്ക് നിന്റെ പവേഴ്സിലൊന്നും വിശ്വാസം ഇല്ല എന്നൊക്കെ ഡോഹിയും അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഡോഹിനെ നഷ്ടപ്പെടുന്നതിന്റെ വക്കിൽ വരെയൊക്കെ ഗോൺ എത്തിയത് കൊണ്ടായിരുന്നു അവൻ ഇത്രയ്ക്കൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നത്. അതേസമയം രണ്ടു പേർക്കും ഒരേപോലത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഡോഹിയും ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓടുകയാണ്. ഡോഹി എന്നാണല്ലോ അവളുടെ പേര്. അതുകൊണ്ട് തന്നെ ഗോണും ഡോഡോ ഡോഡോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവളുടെ പിറകെ ഓടുന്നു. അവൾക്ക് ഇട്ടുകൊണ്ട് പോകുവാനായിട്ടുള്ള ഷൂസും ബാഗും എല്ലാം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഗോണാണ്. അവനോടും ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുവാനായിട്ട് അവൾ ആവശ്യപ്പെടുമ്പോഴത്തേക്കും അവനും ഒന്ന് കൈയൊക്കെ ഞൊടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി എത്തുന്നു. പെട്ടെന്ന് അവനെ മറ്റൊരു ഡ്രസ്സിലൊക്കെ കാണുമ്പോൾ അവൾ അതിശയിക്കുന്നുണ്ടെങ്കിലും അവൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ഒന്നും തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൾ കൊള്ളില്ല എന്ന് പറയുമ്പോൾ അവൻ വീണ്ടും വീണ്ടും മറ്റോരോരോ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നു. പക്ഷെ അവളാകട്ടെ ആ ഓരോ ഡ്രസ്സിനും ഓരോരോ കുറ്റങ്ങളും പറയുന്നു. എന്നാൽ നീ തന്നെ എനിക്കൊരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് തായെന്ന് ഗുവൺ പറയുമ്പോഴത്തേക്കും ഡോഹിയും അവന് വേണ്ടി ഒരു ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. അത് ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും ഡോഹിക്കും അവനെ തന്നെ നോക്കി നിൽക്കുവാനായിട്ട് തോന്നിപ്പോകുന്നു. നമുക്കിനി മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാമെന്ന് ഡോഹിയോട് ഗുവൺ പറയുന്നുണ്ടെങ്കിലും അവൾ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല. എങ്കിൽ പോലും അവനും അവളുടെ കൈയൊക്കെ പിടിച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ണാടിക്ക് മുമ്പിൽ എത്തുന്ന അവളും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുകയും അതിശയിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഗോണ് പവേഴ്സ് ഒക്കെ തിരിച്ചു കിട്ടിയിട്ട് പോലും അവർ നടന്നാണ് പോകുന്നത്. ഞാൻ ഒറ്റ തവണ കയ്യൊന്ന് ഞൊടിക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ ഓഫീസിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഗോൺ പറയുമ്പോഴത്തേക്കും പക്ഷെ ഡോഹിയും അവൻ ഒരു ടാസ്ക് നൽകാതെ അവന്റെ ഒപ്പം തന്നെ നടക്കുന്നു. ഞങ്ങളെ രണ്ടുപേരെയും വീണ്ടും ഇതുപോലെ ഒരുമിച്ച് കാണുമെന്ന് നീ ഒരിക്കലും വിചാരിച്ചു കാണുകയില്ലല്ലോ അല്ലേ? എന്തായാലും ചൂതാട്ടമൊക്കെ നിർത്തിയതിനു ശേഷം നീയും നന്നായി തന്നെ ജീവിച്ചു തുടങ്ങുവാനായിട്ടൊക്കെ പറഞ്ഞിട്ട് ഗോവണും അവൾക്ക് ഒരു തുട്ടൊക്കെ നൽകുന്നു. അങ്ങനെ ഗോഡിന്റെ അടുത്തു നിന്നും ഗോൺ പോയി കഴിയുമ്പോഴത്തേക്കും അതാരാണ്, നിനക്ക് എങ്ങനെയാണ് അവളെ അറിയാവുന്നതെന്നൊക്കെ ഗോവന്റെ അടുത്ത് ഡോഹി ചോദിക്കുകയാണ്. അതിനും മറുപടിയായിട്ട് അവളാണ് എന്റെ ബോസ് എന്നായിരുന്നു ഗോവൺ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. ഇനി ഗോവണും ഒരുപാട് ഹാപ്പി ആയിട്ടൊക്കെ ഓഫീസിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സെക്രട്ടറിയും ഡോഹിയും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതുവരെ ആയിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ മറക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവരും പരസ്പരം വലിയ മൈൻഡൊന്നും ചെയ്യാതെയാണ് നടക്കുന്നത്. ഡോഹി വർക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഗോണും ഒരു കേക്കുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് തന്റെ ബർത്ത്ഡേ കേക്ക് ആണെന്നൊക്കെ ഗോൺ പറയുമ്പോഴത്തേക്കും ഡോഹിയും എന്നാൽ നീ ഏതെങ്കിലും ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ വിചാരിക്കുവാനായിട്ട് അവനോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അവനാകട്ടെ ഇപ്പോൾ പവേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏതൊരു ആഗ്രഹവും നടത്തിയെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഒരാഗ്രഹവും മനസ്സിൽ വിചാരിക്കാതെയാണ് അവനും കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. മാത്രമല്ല അവനും ബർത്ത്ഡേ സ്വന്തമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഡോഹിയും ഗോണിനെ 2.0 എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇനി നിനക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ഡോഹി ചോദിക്കുമ്പോഴത്തേക്കും ഗോവണും ഇപ്പോഴും അവളുടെ കൈയൊക്കെ പിടിക്കുവാനായിട്ട് ഇഷ്ടമായത് കൊണ്ട് തന്നെ അവളുടെ കയ്യിൽ പിടിക്കുന്നു. മരണത്തിന്റെ തൊട്ടുവാക്കിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഗോവണും ഡോഹിയും ഇപ്പോൾ തിരിച്ചെത്തിയതിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്കും സുക്മിനും വല്ലാത്തൊരു ചിരിയൊക്കെ ചിരിച്ചു നിൽക്കുകയാണ്. ഗോവണും ടാറ്റു ഒക്കെ കിട്ടിയ സന്തോഷത്തിൽ ഓഫീസിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് ആ ഒരു ഗാങ്സ്റ്റർ ടീമൊക്കെ എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ബോസ് ഒന്നും അല്ല എന്നൊക്കെ ഗോവൺ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു നേരത്തെ അവർക്ക് ആ ഒരു കില്ലറിനെ പിടിക്കുവാനായിട്ടുള്ള ദൗത്യം കൊടുത്തതിനെ കുറിച്ചൊക്കെ ഗോവൺ ഓർക്കുന്നത്. അവരും കില്ലറിനെ പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ബോസ് ആകുമെന്നും അഥവാ കില്ലറിനെ പിടിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ഇവര് ഒരിക്കലും എന്റെ കൺമുമ്പിൽ പോലും വന്നേക്കരുത് എന്നും ഗോവൺ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകട്ടെ അവർ കില്ലറിനെയൊക്കെ പിടിച്ചത് കൊണ്ട് തന്നെ ഗോണും അവരുടെ ബോസായി മാറിയിരിക്കുകയാണ്. ഇനി അവരും
നേരത്തെ ഗോൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പച്ചക്കറിയൊക്കെ കയ്യിൽ ടാറ്റു കുത്തി വെച്ചിട്ടുമുണ്ട്. അതും അവർ ഗോണിനെ കാണിക്കുന്നു. ബോക്കിയും ഓടി വന്നിട്ട് ഒരു പേപ്പറിലൊക്കെ സൈൻ ചെയ്തതിനു ശേഷം ഇനി മുതൽ സൺമോൾ ഫൗണ്ടേഷനൊക്കെ എന്റേതാണെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ബോക്കിയോന് ഗോണിന്റെ അടുത്ത് ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും ഞാൻ കാറിന്റെ ലോൺ മാത്രമല്ല എടുത്തിട്ടുള്ളത്, ഒരുപാട് ബിൽഡിംഗ് ഒക്കെ എന്റെ പേരിൽ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് തുകയൊക്കെ കടവുമുണ്ട്. നീ തന്നെ അതെല്ലാം തന്നെ വീട്ടണം. മാത്രമല്ല അതൊന്നും വീട്ടി തീരാതെ നീ മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനേ പാടില്ല എന്നൊക്കെ ബോക്കിയും പറയുന്നു. എന്തായാലും ഈ ഒരു ഫൗണ്ടേഷൻ എന്റേത് മാത്രമാണെന്നൊക്കെ പറഞ്ഞു ബോക്കി സംസാരിച്ചിട്ട് ആ ഒരു എഗ്രിമെന്റ് ഒക്കെ പൊക്കി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഗോണും ആ ഒരു എഗ്രിമെന്റ് ഒക്കെ കത്തിച്ചു കളയുകയാണ്. അവന് പവേഴ്സ് ഒക്കെ തിരികെ കിട്ടിയത് നേരിട്ട് കാണുവാനായിട്ടായിരുന്നു ബോക്കി അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് നിനക്ക് നിന്റെ പവേഴ്സ് ഒക്കെ തിരികെ കിട്ടിയതെന്ന് ബോക്കിയും അവനോട് ചോദിക്കുന്നു. ഞാൻ ഡെവിൾ ആണ്, എനിക്ക് ഒരിക്കലും എന്റെ പവേഴ്സ് ഒന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഗോണും ചിരിക്കുന്നു. പിന്നീട് അവൻ അവിടെ നിന്നും ഇറങ്ങി പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഗായങ്ങിനെ കാണുന്നുണ്ട്. പക്ഷെ ഗായങ്ങിനെ മൈൻഡ് പോലും ചെയ്യാതെ അവനും പോകുന്നു. മാർക്കറ്റിംഗ് ടീം പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവരും അവരുടെ പ്രൊമോഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ബോസ് ഒക്കെ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മാനേഴ്സ് പോലും മറക്കുന്നതായിരിക്കും. നമ്മൾ സ്വയം നാണം കെട്ട് സംസാരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ളവർ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീനിയറും കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ ആയിരുന്നു മദ്യപിച്ചതിന് ശേഷം സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ബോസിനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാങ് ഓവർ ഡ്രിങ്ക് അത് നിങ്ങൾക്കുള്ളതാണെന്നൊക്കെ അവർ പറയുമ്പോഴത്തേക്കും ശരിക്കും അവർ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് എന്ന രീതിയിലായിരുന്നു ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മദ്യപിച്ച സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുന്ന ഡോഹിയും ചിരിയൊന്നും നിർത്തുവാൻ സാധിക്കാതെ ഇരിക്കുകയാണ്. ഇനി സെക്രട്ടറി ആകട്ടെ ഞാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുവാനായിട്ടുള്ളത് എന്നൊക്കെ ഡോഹി ചോദിക്കുമ്പോഴത്തേക്കും സെക്രട്ടറിയും ഇന്ന് നമ്മൾ ഒരുപാട് ബിസി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോഹിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ അവർ പോയി കഴിയുമ്പോഴത്തേക്കും സ്റ്റാഫ്സും നീ ഡോഹി ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഡോഹിക്ക് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കുകയാണ്, നമുക്കും ഇതൊരു സെലിബ്രേഷൻ ഒക്കെ ആക്കി വെക്കാമെന്ന് അവരും പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ലേഡി സ്റ്റാഫ് നമുക്ക് ഹോം മെയ്ഡ് ഫുഡ് ഒക്കെ കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. അതൊക്കെ എവിടെയാണ് കിട്ടുക എന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്കും സ്റ്റാഫും എന്റെ വീട്ടിൽ നിന്നൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ എന്നാൽ നമുക്ക് ടീം ഡിന്നർ ഇന്ന് ഇവളുടെ വീട്ടിലാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ലേഡി സ്റ്റാഫിന്റെ വീട്ടിലൊക്കെ പോകുവാനായിട്ട് തയ്യാറെടുക്കുന്നു. ഗോൺ ഒരു ടവറിന്റെ ഒക്കെ മുകളിൽ കയറി നിന്നതിന് ശേഷം തന്റെ അടുത്ത ഇര ആരാണെന്നൊക്കെ അന്വേഷിക്കുന്നു. അങ്ങനെ ഇരിക്കാണ് അവന്റെ കണ്ണിലും ഒരു കാഴ്ചയൊക്കെ പെടുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു മുത്തശ്ശനെ കാണിക്കുകയാണ്. മുത്തശ്ശനും ഒരു ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് നീ ഒരിക്കലെങ്കിലും എന്നെ തിരിച്ചറിയുക ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഗോണും കേൾക്കുന്നു. ഞാനൊരു പിശാശാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരുവാനായിട്ട് സാധിക്കും. നിങ്ങളും എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. ഞാൻ നിങ്ങളുടെ ആ ഒരു ആഗ്രഹമൊക്കെ സാധിച്ചു തരുന്നതിന് പകരമായിട്ട് നിങ്ങളും 10 വർഷം കഴിയുമ്പോഴത്തേക്കും എന്റെ ഒപ്പം നരകത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ടെന്ന് ഗോണും പറയുകയാണ്. മുത്തശ്ശിക്ക് അൾഷിമേഴ്സ് ആണ്. മുത്തശ്ശി എപ്പോഴും മുത്തശ്ശനെ കാണുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശനെ കാണുമ്പോഴൊക്കെ തന്നെ എന്റെ ഹസ്ബൻഡ് എവിടെയാണെന്നൊക്കെ മുത്തശ്ശനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. ചെറുപ്പകാലത്തുള്ള എന്റെ മുഖം മാത്രമാണ് മുത്തശ്ശിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിനെ അധികം നേരം ജീവിച്ചിരിക്കുക കൂടിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവളെ കാണേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ഗോണും ചോദിക്കുന്നു. എനിക്ക് അവളോട് ഒരു കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നത് കൊണ്ട് തന്നെ ഗോണും മുത്തശ്ശന്റെ ആ ഒരു ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുന്നു. പിന്നീട് കണ്ണു തുറക്കുന്ന മുത്തശ്ശിയും മുത്തശ്ശന്റെ പഴയ രൂപമൊക്കെ ആയിരുന്നു കാണുന്നത്. നീ ഇത്രയും കാലം എവിടെയായിരുന്നു, നീ എന്നെ ഉപേക്ഷിച്ചു പോയെന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും വിഷമിക്കുകയാണ്. ഞാൻ ഇത്രയും കാലം നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, നീ എന്നെ തിരിച്ചറിയാതെ പോയതാണ്. എന്തായാലും ഞാൻ ഇനിയും നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്നൊക്കെ മുത്തശ്ശനും പറയുകയാണ്. നീ എന്നെ ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല, നമുക്കും പിന്നീട് ഒരിക്കൽ കണ്ടുമുട്ടാമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ ആ ഒരു നിമിഷങ്ങളൊക്കെ നേരിട്ട് കാണുന്ന ഗുവോന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അവൻ ഒരിക്കലും കരയുന്നത് ആയിരിക്കുകയില്ല, ഇത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്നതായിരിക്കുമെന്നൊക്കെ അവനും പറയുകയാണ്. ഈ ഒരു ലോകത്ത് എത്രയേറെ ദുഷ്ടന്മാരൊക്കെ ഉണ്ട്, അവർക്ക് ആർക്കും നരകത്തിൽ പോകേണ്ടതായിട്ട് വരുന്നില്ലല്ലോ. ഇതുപോലെയുള്ള പാവങ്ങൾക്കായിരുന്നല്ലോ നരകത്തിൽ പോകേണ്ടതായിട്ട് എപ്പോഴും വരുന്നതെന്നൊക്കെ അവന് സ്വയം ഓർക്കുന്നു. നമുക്ക് റിയൽ ആയിട്ടുള്ള നമ്മുടെ ശത്രുവിനെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഡോഹി പറയുമ്പോഴത്തേക്കും ഗോവണും അന്വേഷണമൊക്കെ എവിടെ വെച്ചാണ് തുടങ്ങുക എന്നൊക്കെ ചോദിക്കുന്നു. ഡോഹിനെ കാർ ഓടിച്ചൊക്കെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോയ കാര്യം സെഹൂണിനും ഗാങ്ങിനും മാത്രമായിരുന്നു അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ ആരെങ്കിലും ആയിരിക്കും ഒറ്റിക്കൊടുത്തിട്ടുണ്ടാകുക എന്നൊക്കെ ഡോഹി സംശയിക്കുമ്പോഴത്തേക്കും സെക്രട്ടറിക്കും ഈ ഒരു കാര്യമൊക്കെ അറിയാമായിരുന്നല്ലോ എന്നൊക്കെ ഗൂണും ചോദിക്കുകയാണ്.
പക്ഷേ സെക്രട്ടറി അങ്ങനെ ഒന്നും തന്നെ ചെയ്യുകയില്ല എന്ന വിശ്വാസമൊക്കെ ഡോഹിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടേക്ക് സെക്രട്ടറി വരികയും പിന്നീട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും മൊത്തത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ സംശയം തോന്നുകയാണ്. അവരങ്ങനെ സെക്രട്ടറിനെ ഫോളോ ചെയ്ത് പോകുന്നു. സെക്രട്ടറിയും ഒരു കടൽ തീരത്തിന്റെയൊക്കെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഒരാള് ആപ്പിളിന്റെ ഒരു ബോക്സുമായിട്ട് സെക്രട്ടറിയുടെ അടുത്തേക്കൊക്കെ വരികയാണ്. സാധാരണ ആപ്പിളിന്റെ ബോക്സ് ഒക്കെയാണ് പണമൊക്കെ കൊടുക്കുന്നവർ ഉപയോഗിക്കാറുള്ളതെന്ന കാര്യമൊക്കെ ഗുവോണും ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമൊന്നും ഡോഹി അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും പിന്നീട് ഡോഹി അത് വിശ്വസിക്കുകയും എന്തായാലും തെളിവിന് വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തേക്കാമെന്ന് പറഞ്ഞ് ഫോണുമായിട്ട് അവരുടെ അടുത്തേക്ക് പോകുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ സെക്രട്ടറിയും പെട്ടെന്ന് തന്നെ കൂടെയുള്ള ആളെ കിസ് ചെയ്യുകയാണ്. ആ ഒരാൾ മറ്റാരും ആയിരുന്നില്ല, ബോക്കി തന്നെ ആയിരുന്നു. അവരെ പെട്ടെന്ന് അവിടെ വെച്ച് കാണുന്ന ഡോഹി ആകെ ഞെട്ടിക്കുകയും അറിയാണ്ട് തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു പോകുകയും ചെയ്യുന്നു. ഗുവണ്ണും ഡോഹിക്കും അവരെ നേരിട്ട് കണ്ട ഞെട്ടലൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. നീയാണ് എന്റെ നക്ഷത്രം, എന്റെ നെഞ്ചിനുള്ളിലെ നക്ഷത്രം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു കേക്കൊക്കെ ആയിട്ടായിരുന്നു ബോക്കി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അവന്റെ ഹൃദയം വളരെ വലുതാണെന്നൊക്കെ തെളിയിക്കുവാനായിട്ടാണ് ആ ഒരു ഹേർട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കേക്കും വലിയൊരു ആപ്പിളിന്റെ ബോക്സിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരും അവരുടെ സ്റ്റോറിനെ കുറിച്ചൊക്കെ പറയുകയാണ്. അന്ന് സെക്രട്ടറി ഒരുപാട് മദ്യപിച്ച ദിവസം ഇവർ തമ്മിൽ കൂടുതലായിട്ട് അടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് സംസാരിച്ചൊക്കെ നിൽക്കുന്നതിനിടയ്ക്ക് സെക്രട്ടറി താഴെ വീണ് പോകുകയും സെക്രട്ടറിയുടെ മൂക്കൊക്കെ ബ്ലഡ് വന്ന് നിൽക്കുന്നതും ബോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തൂത്തു കൊടുക്കുന്ന സമയത്ത് സെക്രട്ടറിയും ബോക്കിനെ കിസ് ചെയ്തു. പിന്നീട് അതൊരു കിസ്സിലൊന്നും നിന്നിട്ടുമുണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പും വളരെയധികം സ്ട്രോങ് ആയി മാറി. അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് ഈ ഒരു കാര്യം ഇത്രക്കൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് സെക്രട്ടറിയുടെ അടുത്ത് ഗുണ് ചോദിക്കുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് സെക്രട്ടറിക്ക് ഏതൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തന്നെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ് എല്ലാം രഹസ്യമാക്കി വെച്ചതെന്നായിരുന്നു സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നതും. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ ഫോളോ ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് വിടായിരുന്നു എന്നൊക്കെ സെക്രട്ടറി ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഗുവോൺ ഒരു ഡബിൾ ആണെന്നുള്ള കാര്യമൊക്കെ ബോക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവരും മനസ്സിലാക്കുന്നത്. ലവേഴ്സ് തമ്മിൽ ഒരു രഹസ്യവും പാടില്ല എന്നൊക്കെ ബോക്കിയും അപ്പോൾ പറയുന്നു. അല്ലെങ്കിൽ സെക്രട്ടറി നമ്മളെ ഒരിക്കലും ചതിക്കുകയില്ല എന്ന കാര്യമൊക്കെ എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ ഡോഹി പറയുമ്പോഴത്തേക്കും ഒരു നിമിഷത്തേക്കാണെങ്കിലും സെക്രട്ടറി തന്നെ ചതിച്ചു എന്നൊക്കെ നീ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ഗുവോണും പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഡോഹിയും അന്ന് കിടന്നുറങ്ങുവാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഗുവോൺ ആകട്ടെ ഒരു ഫ്ലവറും കടിച്ചു പിടിച്ചുകൊണ്ട് ഡോഹിയുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. പക്ഷെ ഗുവോണെ ആ ഒരു കോലത്തിലൊക്കെ കാണുന്ന ഡോഹിയും ഒറ്റ ചവിട്ടിനൊക്കെ ഗുവോണെ താഴെയിടുന്നു. പക്ഷെ ഗുവോണും അതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് റൊമാൻസ് ഒക്കെ ചെയ്ത് കിടന്നുറങ്ങുന്നു. അങ്ങനെ ഉറക്കത്തില് ബോൾസിം എന്ന പേരുള്ള ഒരു പെൺകുട്ടീനെ അവൻ വിളിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുകയാണ്. അവൾക്ക് ഒരു മാലയൊക്കെ ഇട്ടു കൊടുക്കുന്നതായിട്ടും അവൻ കാണുന്നു. പിറ്റേ ദിവസം രാവിലെ അവൻ എണീറ്റ് കഴിയുമ്പോഴത്തേക്കുമാണ് അവന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ അതേ ലോക്കറ്റ് ആയിരുന്നു നേരത്തെ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ ഓർത്തെടുക്കുന്നത്. മനസ്സിൽ മുഴുവൻ സംശയമായിട്ടുണ്ടായിരുന്ന അവനും നേരെ ഗോഡിനെ കാണുവാനായിട്ട് ചെല്ലുന്നു. ഞാൻ വോൾസിം എന്ന പേരുള്ള ഒരു പെൺകുട്ടീനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മനുഷ്യനായിരുന്ന സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നോ അതേ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ശരിക്കും ഡബിളായി മാറിയിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ മനുഷ്യനായിട്ട് ഇരിക്കുവാനായിട്ടായിരിക്കും നീ ആഗ്രഹിക്കുന്നത്. മനുഷ്യരുടെ ആ ഒരു ഫീലിങ്സ് ഒക്കെ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കണമെന്നായിരിക്കും ഒരു പക്ഷെ നീ ആഗ്രഹിക്കുന്നത്. പിന്നെ അവളെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിന്നെ അലട്ടുന്നത് കൊണ്ടായിരിക്കാം നീ ആ ഓർമ്മകളെ എല്ലാം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരിക്കുക. പക്ഷെ വിധി നിങ്ങൾ കണ്ടുമുട്ടണമെന്നാണ് ഉള്ളതെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഗോഡ് അങ്ങനെയൊക്കെ അവനോട് പറയുമ്പോഴത്തേക്കും അവനും അതൊന്നും വലിയ കാര്യമാക്കാതെയൊക്കെ പോകുകയാണ്. നേരത്തെ രണ്ടുപേര് ചേർന്ന് നൃത്തം ചെയ്യുന്ന ആ ഒരു പെയിന്റിംഗ് ഒക്കെ നോക്കി ഇപ്പോഴും അവൻ നിൽക്കുകയാണ്. അതിനുശേഷം തിയേറ്ററിന്റെ അകത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഗായകം ഇതേ നൃത്തം തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവൻ കുറച്ചുനേരം അതൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും സ്വപ്നത്തിൽ കണ്ടതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. പിന്നീട് അവനും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോക്കുകയാണ്. അവനും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഒരു ടവറിന് മുകളിൽ പോയി നിന്നുകൊണ്ട് ആലോചിക്കുന്നു. സുഗ്മിനും ഇപ്പോൾ ഡോഹിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അവനും ഡോഹിയുടെ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇടുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നതെങ്കിലും ഡോഹി അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെ ഇരിക്കെ മാഡം ചൂവും അവളുടെ പേരൻസും കൂടിയുള്ള ഒരു ചിത്രമൊക്കെ അവളെ കാണിച്ചു കൊടുക്കുകയാണ് സുഗ്മിൻ. നിന്റെ അച്ഛൻ കമ്പനിക്ക് ഉപേക്ഷിച്ചു പോയ സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അമ്മയുമായിട്ട് അച്ഛൻ ഒരുപാട് പ്രശ്നവും ഉണ്ടാക്കി. അന്ന് ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് രണ്ട് ഫാമിലി തമ്മിലും വലിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ ഞാൻ നിന്നെ എന്റെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. സുഗ്മിനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോഹിയുമായിട്ടൊരു സൗഹൃദമൊക്കെ സ്ഥാപിക്കുവാനായിട്ടായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നീ പഴയ എല്ലാ കാര്യങ്ങളും മറക്കണം, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഈ ഒരു കമ്പനിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ സുഗ്മിൻ പറയുമ്പോഴത്തേക്കും ക്ഷണിക്കാത്ത അതിഥികളെ ഒന്നും തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
ഗുവോണും അവിടേക്ക് എത്തുന്നു. നമ്മളൊരു ഫാമിലി ആണെങ്കിൽ പോലും ഇതുവരെയായിട്ടും അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ എന്താണ് വിളിക്കുക എന്നൊക്കെ സുഗ്മിൻ ചോദിക്കുമ്പോഴത്തേക്കും എന്നെ സഹോദര എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗുവോണു അവന്റെ മുഖത്തൊക്കെ പിടിക്കുകയാണ്. സുഗ്മിൻ അതൊക്കെ തട്ടിമാറ്റുന്നുണ്ടെങ്കിലും പിന്നീട് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും ഗുവോണ് അവന്റെ ടാറ്റു ഒക്കെ തിരിച്ചു കിട്ടിയ കാര്യം സുഗ്മിൻ മനസ്സിലാക്കുന്നു. രോഹയുടെ പേരൻസ് ഒക്കെ മരിച്ചതിന് ശേഷം രോഹിയും മാഡം ജുവിന്റെ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ കിടന്നുറങ്ങുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഉറക്കം വരാതെ ആകുമ്പോഴത്തേക്കും അവളും മാഡം ജുവിനെ കാണുവാനായിട്ട് എത്തുന്നു. മാഡം ജു ആകട്ടെ അവളുടെ പേരൻസിന്റെ ഫോട്ടോ ഒക്കെ നോക്കി ഇരിക്കുകയായിരുന്നു. പക്ഷെ അവളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും മാഡം ജു ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റുന്നു. അവിടെ കിടന്നിട്ട് അവൾക്ക് ഉറക്കമൊന്നും വരുന്നില്ല എന്നൊക്കെ മാഡം ജുവിനോട് പറയുമ്പോഴത്തേക്കും മാഡം ജുവിന് ഉറക്കം വരുന്നില്ലാത്ത കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് പാലൊക്കെ കുടിക്കുന്നു. പാലിന് നല്ല ചൂടായിരുന്നത് കൊണ്ട് തന്നെ രോഹിയുടെ വായൊക്കെ പൊള്ളുമ്പോഴത്തേക്കും ഇതൊക്കെ സൂക്ഷിച്ചു കുടിക്കണ്ടേ, ധൃതി പിടിക്കാതെ പതിയെ കുടിച്ചാൽ മതി എന്നൊക്കെ മാഡം ജു അവളോട് പറയുന്നു. എങ്കിൽ പോലും മാഡം ജു കുടിക്കുമ്പോൾ മാഡം ജുവിന്റെ ചുണ്ടൊക്കെ പൊള്ളുകയാണ്. അതിനുശേഷം ആയിരുന്നു അവർ തമ്മിലും ഒരു കമ്പനിക്ക് ആയത്. രോഹിയും പേരൻസിന്റെ ഫോട്ടോ ഒക്കെ നോക്കി ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നു. ഇനി കൂണിനെ കാണുമ്പോഴത്തേക്കും ഇതാണ് എന്റെ പേരൻസ് എന്നൊക്കെ പറഞ്ഞ് അവളും ആ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ 11ാമത്തെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു അവർ മരിച്ചിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് വന്നതായിരുന്നു. ഞാനും അവരോട് വേഗം തന്നെ വരുവാനൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അച്ഛൻ ജോലിയൊക്കെ നിർത്തിയതായിരുന്നെങ്കിൽ പോലും എന്തിനായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നെന്ന കാര്യം എനിക്ക് ഇപ്പോഴും സംശയമാണ്. അന്നത്തെ ദിവസം എന്റെ ബർത്ത്ഡേ അല്ലായിരുന്നെങ്കിൽ എന്റെ പേരൻസിനെ എനിക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡോഹി വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും സ്നേഹിക്കുന്ന ആൾക്കാരെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും മനുഷ്യർ പൊതുവെ ഞാൻ കാരണമാണ് അതൊക്കെ സംഭവിച്ചതെന്ന് സ്വയം പറഞ്ഞ് കുറ്റപ്പെടുത്താറൊക്കെയുണ്ട്. നീ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ഗോൺ പറയുന്നുണ്ടെങ്കിൽ പോലും ഡോഹി ആകട്ടെ ഞാൻ അവരോട് വേഗം വരുവാനായിട്ട് പറഞ്ഞത് കൊണ്ടായിരുന്നു അവിടെ അന്ന് ആ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറയുകയാണ്. എനിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിന്നോട് പറയുവാനായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നീ ഒരിക്കലും എന്നെ വിട്ടു പോകരുത്, എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നൊക്കെ ഡോഹി ഗോണോട് പറയുമ്പോഴത്തേക്കും ഗോണും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കാമെന്നൊക്കെ അവൾക്ക് വാക്ക് നൽകുന്നു. ഡോഹിനെ കാണുവാനായിട്ട് ഇപ്പോൾ സ്യോഹൂണും എത്തിയിരിക്കുകയാണ്. ഗോൺ ഒരു ഡെവിൾ ആയിരുന്നു എന്ന കാര്യവും അവളെ രക്ഷിച്ചു എന്ന കാര്യവും ഇപ്പോഴും സ്യോഹൂണ് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ അവളും എല്ലാ സ്വത്തും എഴുതി കൊടുത്തിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും അവളെ ഇപ്പോഴും ഒരാൾ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടാക്കുക എന്ന സംശയമൊക്കെ ആയിരുന്നു സ്യോഹൂണിനുണ്ടായിരുന്നത്. ആ ഒരാൾക്ക് ചെയർമാൻ പൊസിഷനോ അല്ല എങ്കിൽ പണമോ ഒന്നും ആയിരിക്കുകയില്ല ആവശ്യമായിട്ടുണ്ടാക്കുക. ഞാൻ മരിച്ചു കാണണമെന്ന് മാത്രമായിരിക്കും അവരുടെ ആഗ്രഹം. അതുകൊണ്ടായിരിക്കും എന്റെ അടുത്ത് അവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാക്കുക എന്നൊക്കെ ഡോഹിയും പറയുന്നു. ഇന്ന് സുക്മിൻ എന്നെ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഡോഹി പറയുമ്പോഴത്തേക്കും എന്താണ് സുക്മിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ഞാനൊന്ന് അവനെ പോയി കണ്ടാലോ എന്നൊക്കെ സ്യോഹൂണും ചോദിക്കുകയാണ്. എന്നെ കണ്ടാൽ ഒരു പാവമായിട്ടൊക്കെ തോന്നുമല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടെത്തുവാനായിട്ട് പറ്റുമോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ അവനും പറയുകയാണ്. അങ്ങനെ സുക്മിന്റെ വീട്ടിലെത്തി സുഖുൺ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡോഗിങ്ങിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഡോഗിങ്ങും ഒരു ബിസിനസ് ട്രിപ്പിനൊക്കെ പോയതാണെന്നായിരുന്നു സുക്മിന്റെ മറുപടി. നമുക്ക് രണ്ടുപേർക്കും ഇനി ഒന്നിച്ച് നിന്നാലോ എന്നൊക്കെ സുഖുൺ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഡോഗിനെ ചെന്ന് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളാകട്ടെ എന്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യത്തിലേക്കാണ് ഉള്ളത്. ഇപ്പോഴുള്ള അവളുടെ ആ ഒരു ദേഷ്യമൊക്കെ മാറ്റൊക്കെ ആയിരുന്നെങ്കിൽ പഴയതുപോലെ ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാമായിരുന്നു എന്നൊക്കെ സുക്മിനും പറയുന്നുണ്ട്. ഹോൺ ഒരു റൂമൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് അവൻ എന്തോ കാണുന്നുണ്ട്. അപ്പോഴേക്കും സുക്മിനും അവനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. വീടിന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ സ്യോഹൂണും ഡോഹിനെ വിളിച്ചതിന് ശേഷം ഇവിടെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, ഡോഗിങ് എവിടെയാണ് ഉള്ളതെന്നൊക്കെ ഞാൻ സുക്മിനോട് ചോദിച്ചപ്പോഴത്തേക്കും അവനൊരു ബിസിനസ് ട്രിപ്പിന് പോയെന്നൊക്കെ ആയിരുന്നു സുക്മിൻ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. അകത്തുണ്ടായിരുന്ന റൂമിൽ പച്ചനിറത്തിൽ ഉണ്ടായിരുന്ന ഡീമൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ബുക്കും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സ്യുഹൂൺ പറയുന്നു. പക്ഷെ സ്യുഹൂൺ ഇങ്ങനെ കോളൊക്കെ ചെയ്ത് പോകുന്നത് സുക്മിനും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഡോഗിങ്ങിനെ കാണിക്കുമ്പോഴത്തേക്കും ഡോഗിങ്ങും ആകെ ബഹളം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവൻ ഡോഗിനെ വണ്ടിക്ക് ഇടിപ്പിച്ച് കയറ്റിയതിനു ശേഷം വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീടായിരുന്നു ആ ഒരു പൊട്ടിത്തെറിയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ അവന് ചെറിയ പരുക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഡോഹി ഇപ്പോഴും ജീവനോടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നീ പരാജയപ്പെട്ടു പോയിരിക്കുകയാണെന്നൊക്കെ സുഗ്മിനും അവനോട് പറയുന്നു. മാത്രല്ല ഇപ്പോൾ തന്നെ നീ ഒരുപാട് കൊലപാതകമൊക്കെ ചെയ്തിരിക്കുകയാണ്, നീ കീഴടങ്ങണം, കീഴടങ്ങുകയാണെങ്കിൽ നിന്റെ ശിക്ഷയിലും ഇളവ് കിട്ടുമെന്നൊക്കെ സുഗ്മിനും അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ മകൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ അവനും പറയുന്നുണ്ട്. ഗോവണും ഡോഹിയും കൂടി ചേർന്നിട്ട് ആ ബുക്കൊക്കെ അന്വേഷിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ സുഗ്മിന്റെ വൈഫും എന്തോ ഒരു ശബ്ദമൊക്കെ കേട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഗോണും ഡോഹിയും മറ്റൊരിടത്ത് ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കയറിയിട്ടുള്ള റൂമിലൊക്കെ ഗോൺ നോക്കുമ്പോഴത്തേക്കും നേരത്തെ ആ ഒരു കില്ലറിന്റെ ഫോണൊക്കെ അവിടെ ഇരിക്കുന്നതും കാണുകയാണ്. എന്നാൽ നമുക്ക് എത്രയും വേഗം ഡോഗിങ്ങിനെ കണ്ടെത്താമെന്നൊക്കെ ഡോഹിയും അവനോട് പറയുന്നു. ആ കില്ലറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൊക്കെ ആയിരുന്നു പോലീസ് ടീം ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും അവിടേക്ക് ഡോഗിങ് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഫിനാൻസ് ടീമിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അയാളുടെ പേരും പിന്നെ ആ ഒരു കില്ലറിന്റെ പേരും
പിന്നെ മുത്തശ്ശിയുടെ പേരും പറഞ്ഞിട്ട് ഇവരെ 3 പേരെയും കൊന്നത് ഞാനായിരുന്നു എന്നൊക്കെ ഡോക്കിങ്ങും കുറ്റസമ്മതമൊക്കെ നടത്തുകയാണ്. ഡോക്കിങ്ങുള്ള സ്ഥലമൊക്കെ കണ്ടെത്തി അവർ പോകുമ്പോഴത്തേക്കും അവരാകട്ടെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ചെന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന റൂമിലേക്കും അവർ എത്തുന്നു. നീ ആയിരുന്നോ മാഡജുവിനെ കൊല്ലുവാനായിട്ടും എന്നെ കൊല്ലുവാനായിട്ടും ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് അവളും ഡോക്കിങ്ങിന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇനി അവളും കൂണും അവിടെ നിൽക്കുന്നത് ഇവന് മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ, മറ്റാർക്കും കാണുവാൻ കഴിയുകയില്ല. മുത്തശ്ശി ഒരിക്കലും ആ ഒരു കില്ലറിന്റെ കൈകൊണ്ടല്ല മരിച്ചത്. എന്റെ ഉള്ളിലുള്ള ഡെവിള് എന്നോട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പറഞ്ഞു. ഞാൻ അതേ കാര്യങ്ങൾ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് ഇതെല്ലാം തന്നെ ഡെവിൾ ചെയ്യിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്കിങ് ഇരിക്കുമ്പോഴത്തേക്കും ഡോക്കിങ്ങിന്റെ അടുത്ത് ആകെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ആഗ്രഹമൊക്കെ സാധിക്കുവാനായിട്ടുണ്ട്. നമുക്ക് തമ്മിൽ ഒരു ഡീലൊക്കെ വെക്കാം. എനിക്ക് ഈ ലോകത്തിനെ മൊത്തത്തിലായിട്ടൊക്കെ കത്തിക്കണം. ലോകത്തിലുള്ള എല്ലാവരും വെന്തു മരിക്കുന്നത് എനിക്ക് കാണണം. തെറ്റ് ചെയ്യുന്ന ആൾക്കാർ നരകത്തിൽ എന്ത് ശിക്ഷയാണ് അനുഭവിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും മെന്റലി അബ്നോർമലായ രീതിയിലേക്കാണ് പെരുമാറുന്നത്. സുഗ്മിൻ കമ്മീഷണറെ കോൾ ചെയ്തതിനു ശേഷം ഡോക്കിങ്ങിനെ അറസ്റ്റ് ചെയ്തതെല്ലാം തന്നെ രഹസ്യമാക്കി വെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല വൈഫിനോട് ആരെങ്കിലും അവനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവന്റെ ഒരു ബിസിനസ് ട്രിപ്പിന് പോയതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അവന് സുഖമില്ലാത്തതല്ലേ, അവൻ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ജയിലിൽ കിടക്കുക, നീ എന്നാണ് അവനെ പുറത്തിറക്കുക എന്നൊക്കെ വൈഫ് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഒരുപാട് ആൾക്കാരെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊരു മോൺസ്റ്ററിനെയാണ് ഇത്രയും കാലം വളർത്തിയിട്ടുണ്ടായിരുന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ ആയിരുന്നു അവൻ പറഞ്ഞും കൊടുക്കുന്നത്. ഡോക്കിങ് ഭ്രാന്തുള്ള ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് അവൻ മാഡം ജോനെ കൊന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ അവന് ശിക്ഷ പോലും ലഭിക്കുകയില്ല. വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇനിയും ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നതായിരിക്കുമെന്നൊക്കെ ഡോഹിയും പറയുകയാണ്. അവൻ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല അതിനുശേഷം അവൻ ഇതെല്ലാം തന്നെ അഭിനയിക്കുന്നതാണെന്ന് തെളിയിക്കുവാൻ കഴിയുമെന്നൊക്കെ സിഹുൺ പറയുമ്പോഴത്തേക്കും അതൊന്നും തന്നെ അവന്റെ അഭിനയമായിരുന്നില്ല, അവന് ശരിക്കും ഭ്രാന്തുള്ളതാണെന്നുള്ള കാര്യമൊക്കെ ഗുവോണും തുറന്നു പറയുകയാണ്. പക്ഷേ അവർക്കാർക്കും അതിലൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. സിയോഹോൺ ഗുവോണിനെയും കൂട്ടിക്കൊണ്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാനായിട്ട് പോകുകയാണ്. കായങ്ങും ഓഫീസിന്റെ മുമ്പിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് ഡോഹിനെയും കണ്ടുമുട്ടുന്നു. നിനക്ക് ശരിക്കും ഡോഹിയോട് സ്നേഹമുണ്ടോ എന്നൊക്കെ ഗുവോന്റെ അടുത്ത് സിയോഹോൺ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് മനുഷ്യരെ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. പിന്നീട് ഡോഹിയുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡോഹിയോട് ഇഷ്ടം തോന്നി. പിന്നീട് മനുഷ്യരെയും എനിക്ക് ഇഷ്ടം തോന്നി. നിന്നെ ഒഴികെ ബാക്കി എല്ലാ മനുഷ്യരോടും എനിക്ക് ഇഷ്ടമാണ് ഉള്ളത് എന്നൊക്കെ ഗുവോണും പറയുകയാണ്. എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പൊക്കെ ചോദിക്കുവാനായിട്ടായിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗായങ് പറയുമ്പോഴത്തേക്കും ആർക്കും ജീവനൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. പിന്നെ ഗോൺ അവന്റെ പവേഴ്സ് തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കിനി എൻജോയ് ചെയ്യാമെന്നൊക്കെ ഡോഹിയും അവളുടെ അടുത്ത് പറയുകയാണ്. ആ കൊലയാളീനൊക്കെ കണ്ടുകിട്ടിയെന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ സത്യമാണോ എന്നൊക്കെ ഡോഹിയോട് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഡോഹിയും ആ ഒരു പ്രതികാരമൊക്കെ അങ്ങനെ തീർന്നിരിക്കുകയാണ് എന്ന കാര്യം അവളെയും അറിയിക്കുന്നു. നീ എല്ലാ കാര്യങ്ങളും മറക്കണം, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുവോണ്ണോ സമാധാനമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഗായങ്ങ പറയുമ്പോഴത്തേക്കും ഗായങ്ങിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന കാര്യമൊക്കെ ഡോഹിയും മനസ്സിലാക്കുന്നു. ഡോഹി വിവാഹം കഴിച്ചിട്ടുള്ളത് സാധാരണ ഒരു മോശപ്പെട്ട വ്യക്തിനെ ഒന്നുമല്ല, മറിച്ചൊരു ഡെവിളിനെ തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ അവൾ കുറച്ചും കൂടി സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്നൊരു തോന്നലൊക്കെ എന്റെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ടെന്ന് സിഹോൺ പറയുമ്പോഴത്തേക്കും അവൾ സേഫ് ആണെന്നുള്ള ഉറപ്പൊക്കെ നിനക്ക് ഉണ്ടെങ്കിൽ ഇനി ദയവ് ചെയ്ത് ഞങ്ങളുടെ ഇടയിലേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുവൺ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ വരാതിരിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുകയില്ല എന്നാണ് സിഹോണും പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും നീ അവളെ നന്നായി തന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയും ചെയ്യും. എപ്പോഴും നിന്റെ മേലെ എന്റെ ഒരു കണ്ണുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ നീ അവളെ മര്യാദയ്ക്ക് നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിഹോണും അവനോട് ദേഷ്യപ്പെടുകയാണ്. പിന്നെ ഇപ്പോഴത്തെ പോലെ നീ എന്നെ റെസ്പെക്ട് ചെയ്യാതൊന്നും ഇരിക്കരുത്. ഫാമിലി ട്രീ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ നിന്റെ ചേട്ടന്റെ സ്ഥാനത്താണെന്നൊക്കെ സിയോഹോൺ പറയുമ്പോഴത്തേക്കും നീ അതിന്റെ ഡോഹയുടെ ശരിക്കുമുള്ള കസിനൊന്നും അല്ലല്ലോ എന്നൊക്കെ ഗുവോണും ചോദിക്കുകയാണ്. എന്തായാലും അവർ രണ്ടുപേരും ഏകദേശം കൂട്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്റെ ജീവിതം ശരിക്കും ഒരു നരകം പോലെ ആയിരുന്നു. ആ ഒരു ജീവിതത്തിലേക്കായിരുന്നു ഗുവോൺ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണോ ഒരു അമ്മ അതിന്റെ പക്ഷിക്കുഞ്ഞിനെയൊക്കെ നോക്കുന്നത്, അതുപോലെ ആയിരുന്നു അവൻ എന്നെ നോക്കിയത്. നീ അവന് വേണ്ടി ജീവൻ തന്നെ കളയുമോ എന്നൊരു അസൂയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഗോൺ എനിക്ക് വേണ്ടി പോലും ജീവൻ കളയുവാനായിട്ട് തയ്യാറാണെന്നുള്ള കാര്യമൊക്കെ ഡോഹിം അവളെ അറിയിക്കുന്നു. നീ അത്രയ്ക്ക് നല്ല വ്യക്തി ആയിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്ത് ചെയ്യാനാണ്, നീ അങ്ങനെ ആയിപ്പോയി. എന്തായാലും നിന്നോട് ക്ഷമയൊന്നും ചോദിക്കുവാനായിട്ട് ഞാൻ തയ്യാറല്ലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുശുമ്പൊക്കെ ആയിട്ടായിരുന്നു ഗായങ്ങ പോകുന്നത്. സിയഹോണും ഇപ്പോൾ മദ്യപിച്ച് ബോധമില്ലാതെയൊക്കെ ഇരിക്കുകയാണ്. ഗുവോണാണ് അവനെ റൂമിലൊക്കെ കൊണ്ടുപോയി കിടത്തുന്നതും. അങ്ങനെ ഇരിക്കെ നീ ഡോഹിനെ ഉപദ്രവിക്കാൻ വല്ലതും ശ്രമിക്കുകയാണെങ്കിൽ ഞാനും ഒരു പള്ളിയിലച്ചനൊക്കെ ആയിട്ട് വന്നിട്ട് നിന്റെ ഉള്ളിലെ ബാധയൊക്കെ ഒഴിപ്പിച്ചു വിടുന്നതായിരിക്കും എന്നൊക്കെ പറയും. ബോധമില്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും എന്റെ ഡോഹി എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നൊക്കെ സിഹോൺ പറയുമ്പോഴത്തേക്കും അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് കളയുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ഗുവോണും നിൽക്കുന്നു.
നീ മര്യാദയ്ക്ക് നിന്നില്ല എങ്കിൽ നിന്നെ ഞാൻ നരകത്തിലേക്കൊക്കെ പറഞ്ഞയക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് സ്യഹോന്റെ ബോധമൊക്കെ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഇരിക്കെയാണ് സ്യഹോന്റെ കയ്യിലുണ്ടായിരുന്ന ഒടിവൊക്കെ ഗുവോണ് ശ്രദ്ധിക്കുന്നത്. ഗുവോൺ തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സ്യഹോണിന് എന്റെ അടുത്തല്ല അസൂയുള്ളത്, മറിച്ച് നിന്റെ അടുത്താണെന്ന്. അവര് നിന്നെക്കാളും ഇഷ്ടം എന്നെയാണെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. നീ ഇന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? നിനക്ക് മദ്യത്തിന്റെയൊക്കെ മണമുണ്ടല്ലോ. നീ എന്തായാലും വിഷമം കൊണ്ട് ഒരിക്കലും കുടിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ കുടിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വിഷമമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗുവോൺ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ മദ്യപിച്ചിട്ടില്ല, നീ ആയിരിക്കും മദ്യപിച്ചിട്ടുണ്ടാക്കുക എന്നൊക്കെ ഗുവോന്റെ അടുത്ത് ഡോഹിയും പറയുന്നു. ഒരുറക്കമൊക്കെ കഴിഞ്ഞിട്ട് സിഹോൺ എണീക്കുമ്പോഴത്തേക്കും കയ്യിലാകട്ടെ ഇത് നിനക്കുള്ള ഗിഫ്റ്റാണ്, തുറന്ന് നോക്കുവാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്ററിൽ ഗുവോൺ എഴുതി വെച്ചിരിക്കുന്നതും സിഹോൺ ശ്രദ്ധിക്കുകയാണ്. അവനും അവന്റെ കയ്യിൽ ഒരു ഒടിവും ഇല്ലാതിരിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനും ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു. ഗുവോണും അന്ന് ഉറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവളുടെ ഓർമ്മകൾ നിന്നെ അലട്ടുന്നത് കൊണ്ടായിരിക്കാം നീ ആ ഓർമ്മകളെ എല്ലാം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടാക്കുക എന്നൊക്കെ ഗുവോന്റെ അടുത്ത് ഗോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. അങ്ങനെ അവനും ബോൾസിം എന്ന ആ ഒരു പെൺകുട്ടിയുടെ മുഖം കാണുന്നു. അത് ശരിക്കും ഡോഹയുടെ അതേ മുഖം തന്നെ ആയിരുന്നു. പിന്നീട് ഒടുവിലായിട്ട് അവളെ അവൻ കൊല്ലുന്നതായിട്ടും അവൻ സ്വപ്നം കണ്ട് എണീക്കുകയാണ്. ഇപ്പോൾ ഗുവോൺ ഡോഹയുടെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം തന്നെ അവനും നേരത്തെ ആ പെൺകുട്ടീനെ കൊന്നിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചാണ് ഓർക്കുന്നത്. ഞാനാണ് നിന്നെ കൊന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗുവോണും ഡോഹിനെ നോക്കിക്കൊണ്ട് പറയുന്നു. ഇത് വിധിയാണോ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ ഒരു തവണയും വിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ലേ എന്നൊക്കെ ഗുവോൺ പറയുന്ന ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. ഗുവോന്റെ പാസ്റ്റ് ലൈഫ് ആണ് കാണിക്കുന്നത്. ഗുവോന്റെ പേര് ഈസൺ എന്നാണ്. ഈസൺ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഈസനോട് എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ലുവാനായിട്ടൊക്കെ ജോലിക്കാരൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഈസനും പഠിക്കുവാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു. വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനായിട്ടായിരുന്നു അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ നടക്കുന്ന വഴിക്ക് അവിടെ വെച്ചൊരു പെൺകുട്ടീനെ കാണുന്നു. അവളും വാളുകൊണ്ടുള്ള ഒരു നൃത്തമൊക്കെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അവനും കുറെ നേരം അതൊക്കെ നോക്കി നിൽക്കുന്നു. അവളും അവനെ കണ്ടു കഴിയുമ്പോൾ തന്നെ പ്രാക്ടീസ് ഒക്കെ നിർത്തി തിരിച്ചു പോകുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ ഞാൻ വന്നതുകൊണ്ട് പ്രാക്ടീസ് ഒന്നും മുടക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുവാനൊക്കെ നോക്കുന്നു. ഈസൺ ആ ഒരു വില്ലേജിൽ തന്നെ വളരെയധികം ഫേമസ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഈസന്റെ പേരൊക്കെ നന്നായി തന്നെ അറിയാമായിരുന്നു. പക്ഷെ അവളോട് പേരൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പേര് പറയുവാനായിട്ട് മടിച്ചു നിൽക്കുന്നു. ഈസന്റെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയതാണെന്നും പിന്നീട് അവനെ നോക്കി വളർത്തുന്ന അച്ഛനും അവനെ പഠിപ്പിക്കുവാനായിട്ടൊക്കെ കുറെ അധികം പാടുപെടുന്നുണ്ടെങ്കിൽ പോലും അവനും പഠിക്കുവാനായിട്ട് ഒട്ടും താല്പര്യമില്ലാതെ ഇതുപോലെയൊക്കെ നടക്കുകയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ അവളും അവനോട് പറയുന്നു. എന്റെ കാര്യത്തിൽ നിനക്ക് ഇത്രയ്ക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ നിന്റെ പേരെങ്കിലും ഒന്ന് പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈസൺ നിൽക്കുമ്പോഴത്തേക്കും അവളും പേര് പറയാതെ ആ ഒരു സമയത്ത് അവിടെ നിന്ന് മുങ്ങുകയാണ്. അവർ രണ്ടുപേരും അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നതൊക്കെ അവന്റെ ജോലിക്കാരനും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നിനക്ക് പഠിത്തമൊക്കെ മുടക്കുവാനായിട്ട് മറ്റൊരു കാരണം കിട്ടിയല്ലേ എന്നൊക്കെ അവനോടും ചോദിക്കുന്നു. പിന്നെ ആ ഒരു പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം അവൻ അറിയാമെന്നും പറയുകയാണ്. ആളുകളൊക്കെ മദ്യപിക്കുവാനായിട്ട് എത്തുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു പെൺകുട്ടി താമസിക്കുന്നതെന്നും അവൾ ഒരുപാട് ഡാൻസ് ഒക്കെ ചെയ്യുമെന്നുമുള്ള കാര്യമായിരുന്നു അയാളുടെ അടുത്ത് നിന്നും ഈസൺ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈസണും ആ ഒരു പെൺകുട്ടീനെ കാണുവാനായിട്ട് അവിടെ എത്തുന്നു. അവിടെ എത്തി ഞാൻ വോൾസിം ആണെന്നൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് അവളുടെ പേരും അവൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവളും അവനെ കണ്ടു കഴിയുമ്പോൾ തന്നെ പോകുന്നു. അങ്ങനെ ഇരിക്കെ അവളെ അന്വേഷിച്ച് അവൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലത്തേക്ക് അവൻ പോയി നിൽക്കുകയാണ്. ഞാൻ നിന്നെ കാണുവാനായിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ നിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും അവളും അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നു. എല്ലാ തവണയും ഉച്ചയായാൽ പോലും അവൻ എണീക്കാത്തതാണ്. അങ്ങനെയിരിക്കെ ജോലിക്കാരനും അവന്റെ റൂമിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവൻ എണീറ്റ് റെഡിയായി എന്തൊക്കെയോ ബുക്കൊക്കെ തപ്പി നടക്കുന്നതായിരുന്നു കാണുന്നതും. ഇത്രയും കാലം ഉഴപ്പിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇനി മുതൽ ബുക്കൊക്കെ വെച്ചിട്ട് പഠിക്കുവാനായിട്ട് പോക്കൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അവനും ബുക്കൊക്കെ എടുത്തുകൊണ്ട് അവളെ കാണുന്ന സ്ഥലത്തൊക്കെ പോയി ഇരിക്കുകയാണ്. ആദ്യമൊക്കെ വെറുതെ ഇരുന്ന് സമയം കളയുന്നുണ്ടെങ്കിലും അവൾ എത്തി കഴിയുമ്പോൾ തന്നെ ബുക്കൊക്കെ ആയിട്ട് അത് വായിച്ചുകൊണ്ടൊക്കെ അവൻ ഇരിക്കുന്നു. ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടുകൊണ്ട് ബുക്ക് വായിച്ചിരിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലത്തിരുന്ന് ഞാൻ പഠിക്കുവാനായിട്ട് പോകുകയാണ്. നിന്നെ ഇവിടെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഒരു കാര്യം ചെയ്യുക, നീ മറ്റേതെങ്കിലും ഒരു സ്ഥലമൊക്കെ നോക്കിയിട്ട് അവിടെ പോയിരുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തോ എന്ന് അവനും പറയുന്നു. അവളും അന്നത്തെ ദിവസം തിരിച്ചു പോകുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ബുക്കും വെച്ച് കിടന്നുറങ്ങുന്ന അവനെയൊക്കെ ആയിരുന്നു അവൾ കണ്ടിട്ടുണ്ടായിരുന്നതും. എവിടെ ഇരുന്നാൽ മാത്രമാണ് എനിക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും അവൻ ബുക്കൊക്കെ വെച്ചിട്ട് ഉറക്കെ വായിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അവനായിട്ട് എന്തായാലും എണീറ്റ് പോക്കുകയില്ല എന്നൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്കും അവളും കുറച്ച് മാറി ഇരുന്നിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നു. അവൻ പഠിക്കുന്നില്ലെങ്കിൽ പോലും ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അവളും ഡാൻസിനിടയ്ക്ക് അവനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അവളുടെ കാലിലുണ്ടായിരുന്ന ഷൂസ് ഒക്കെ താഴേക്ക് പോകുന്നു. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്ന് അവൻ പറയുമ്പോഴത്തേക്കും വെള്ളത്തിൽ ഇറങ്ങണ്ട, അത് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവളും പറയുന്നുണ്ട്. പക്ഷെ അവനും
അമ്പെയ്യുന്നതും വാൾപ്പയറ്റ് നടത്തുന്നതും എല്ലാം തന്നെ അവനും ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇത് നിസ്സാരമായിട്ടൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്നു. അപ്പോഴേക്കും ആ ഒരു ഷൂവും കുറച്ച് ദൂരത്തേക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവനും ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ അതിലെയും ഇതിലെയും എല്ലാം തന്നെ ഓടിച്ചാടിയൊക്കെ ആ ഒരു ഷൂവിന്റെ പിറകെ പോകുകയാണ്. കുറെ നേരമായിട്ടും അവന്റെ പൊടി പോലും കിട്ടാതെ ആകുമ്പോഴത്തേക്കും അവളും അവന്റെ പേരൊക്കെ നീട്ടി വിളിക്കുന്നു. അങ്ങനെയിരിക്കെ അവനും പെട്ടെന്ന് തന്നെ ഷൂസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് വരുന്നു. ഈ ഒരു ഷൂസ് ഒക്കെ കിട്ടുന്നതാണോ ഇത്ര വലിയ കാര്യം? നിനക്കെന്തെങ്കിലും സംഭവിക്കുകയായിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളും അവന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. അവനും ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴത്തേക്കും അവൻ തുമ്മുന്നതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ അവളും പിന്നീട് തീയൊക്കെ കായുകയാണ്. അവന് ചൂട് കിട്ടുവാനായിട്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ അവളുടെ ചെരുപ്പൊക്കെ ഉണക്കുവാനായിട്ടാണ് അവൻ നോക്കുന്നത് പോലും. ആളുകളുടെ ശരീരത്തിലെ ചൂടൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും അവന്റെ അടുത്തേക്കൊക്കെ ആയിട്ട് ചേർന്നിരിക്കുന്നു. പിന്നീട് അവൾ കുറച്ച് നീങ്ങിയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തണുക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ വീണ്ടും അവൾ അവന്റെ അടുത്തേക്കായിട്ട് ഇരിക്കുകയാണ്. അവർ ഒരുപാട് നേരം അവിടെ ഇരുന്ന് പരസ്പരം സംസാരിക്കുകയൊക്കെയാണ്. അവൾ നേരത്തെ മറ്റൊരു സ്ഥലത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ആകട്ടെ ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്യുവാനായിട്ട് അവൾക്ക് അവസരം ലഭിച്ചു. പക്ഷെ അവിടെ വെച്ച് അവൾക്ക് അയാളുടെ മുമ്പിൽ ഡാൻസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾക്ക് ഡാൻസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവളെ എല്ലാവരും കൂടി ചേർന്ന് കൊല്ലുമെന്നായിരുന്നു അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് അവളെ ജീവനോടെ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ അയച്ചു. അങ്ങനെയാണ് അവൾ ഇവിടെ എത്തിയത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ ആയിട്ട് ഒരു ചെറിയ മിന്നാമിനുങ്ങൊക്കെ വരികയാണ്. അവളും അതിനെ സൂക്ഷിച്ചു നോക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അവനും അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. പിന്നീട് ഒരു മിന്നാമിനുങ്ങിന് പകരമായിട്ട് ഒരുപാട് മിന്നാമിനുങ്ങുകളൊക്കെ ആകാശത്തോട് നടക്കുന്നതും അവർ കാണുകയാണ്. അവിടെ വെച്ചായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ വോൾഷിമിന്റെ അടുത്ത് അവൻ പറയുന്നത്. നിനക്കും എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമെന്ന് അവൻ പറയുമ്പോഴത്തേക്കും മനുഷ്യരാകട്ടെ ഏറ്റവും മണ്ടന്മാരായി തീരുന്നത് ഈ ഒരു പ്രണയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്ന് അവളും പറയുകയാണ്. പക്ഷെ താൻ ഒരിക്കലും തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമല്ല ഇത്. നമുക്ക് വിവാഹം കഴിക്കാമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും തനിക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് മോൾഷിമും മറുപടി പറയുന്നു. അവളുടെ സ്ഥാനം വെച്ച് അവന്റെ ജോലിക്കാരെ ആകുവാനായിട്ട് മാത്രമേ അവൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹം ഒന്നും നടക്കുകയില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു നാടൊക്കെ വിട്ട് പോകാമെന്ന് അവനും പറയുന്നു. പക്ഷേ ഈ ലോകത്തെ മൊത്തം തന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും ഓടി രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. ലോകം ഇതുപോലെ തന്നെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരിക്കലും വിവാഹം കഴിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും ഒന്നും പറയുവാൻ സാധിക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ അവൾ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഉയർന്ന ജാതിയിലുണ്ടായിരുന്ന ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് പോലും വന്നു. നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണ് എങ്കിൽ അതൊരിക്കലും നമ്മുടെ നല്ലതിനു വേണ്ടി ആയിരിക്കുകയില്ല. ആ ഒരു സ്നേഹം കൊണ്ട് ആർക്കും ജീവൻ തിരിച്ചു കിട്ടുകയില്ല. മറിച്ച് ഉണ്ടായിരുന്ന ആ ഒരു ശക്തി പോലും നഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെ അവളും പറയുന്നു. സ്നേഹം കൊണ്ട് ഒരാളെ രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. കഷ്ടതകളുടെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഞാൻ ഒരിക്കലും നിന്നെ തനിച്ചാക്കുകയില്ല. നിന്റെ ഒപ്പം ഞാനും ഉണ്ടായിരിക്കുമെന്നൊക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നു. ഒരു ദിവസം അവനും ബോൾഷിമിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ബുക്ക് ആകട്ടെ മറ്റൊരു നാട്ടിലുള്ള ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു. അതിലാകട്ടെ എല്ലാ മനുഷ്യരും ഒരുപോലെ ആണെന്നൊക്കെ ആയിരുന്നു എഴുതിയിട്ടുമുണ്ടായിരുന്നത്. അവരും പിന്നീട് ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ജീവിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അവർ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് പള്ളി പോലത്തെ സ്ഥലത്തൊക്കെ ചെന്നിട്ട് ഇതുപോലെ ബുക്സ് ഒക്കെ വായിക്കുക പതിവായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള ആ ഒരു ജാതി വ്യവസ്ഥയൊക്കെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഉള്ള എല്ലാവരെയും ഒരേപോലെ പേരൊക്കെ വിളിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ദിവസം ഉണ്ടാകണമെന്നായിരുന്നു അവർ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നത്. അവനും ഒരു എക്സാം ഒക്കെ എഴുതുവാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എക്സാം എഴുതി വിജയിക്കുകയാണെങ്കിൽ ഈ ഒരു ലോകത്തെ തന്നെ മാറ്റുവാനായിട്ട് അവന് സാധിക്കുമെന്ന വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അതുപോരാതെ അവർ രണ്ടുപേരും പരസ്പരമായിട്ട് ഒരുപാട് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഏതെങ്കിലും ഒരു ദിവസം എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നും അതിനുശേഷം ആ ഒരു സ്ഥലത്ത് തന്നെ വിവാഹം കഴിച്ച് തുടരുവാനായിട്ട് കഴിയുമെന്നും അവർ വിചാരിച്ചിരുന്നു. ഇനി ഈസന്റെ ജോലിക്കാരനാകട്ടെ ഈസന്റെ അച്ഛനെയൊക്കെ ചെന്ന് കാണിക്കുകയും അവനിപ്പോൾ കാത്തോലിക് ആയിട്ടുള്ള ആളുകളൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുകയും അവിടുത്തെ ബുക്സ് ഒക്കെ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള വോൾഷിം എന്നൊരു പെൺകുട്ടീനെ അവന് ഇഷ്ടമാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ അച്ഛനോടും ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടൊക്കെ അവന് പോകേണ്ടതായിട്ട് വരികയാണ്. ഇനി തിരിച്ചെത്തുമ്പോഴത്തേക്കും അവളെ ഉറപ്പായിട്ടും വിവാഹം കഴിക്കാമെന്നൊക്കെ അവനും പറയുന്നു. പിന്നീട് മരിക്കുന്നതിന് മുമ്പായിട്ട് അവളെ കണ്ടിട്ട് വേണം അവന് മരിക്കുവാനെന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഇല്ലാത്ത സമയത്ത് അവനെക്കുറിച്ച് ഓർക്കുവാനായിട്ട് അവനും ഒരു ഗിഫ്റ്റ് ഒക്കെ അവൾക്ക് നൽകുകയാണ്. അത് ആ ഒരു കുരിശിന്റെ ലോക്കറ്റുള്ള മാലയായിരുന്നു. അവനും അത് അവളുടെ കഴുത്തിലൊക്കെ കെട്ടിക്കൊടുക്കുന്നു. അവൻ തിരിച്ചെത്തുന്നിടം വരെ അവളും ആ ഒരു മാലയൊന്നും കഴുത്തിൽ നിന്നും ഊരുകയില്ല എന്ന് അവന് വാക്ക് നൽകുന്നു.
ഈസണും സ്വയം മറക്കുകയാണെങ്കിൽ പോലും അവളെ മറന്ന് കളയുകയില്ല എന്ന വാക്ക് നൽകിയിട്ടായിരുന്നു അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരാള് ഒരു എഴുത്തൊക്കെ എഴുതുന്നത് കാണിക്കുകയാണ്. അതായത് അവരുടെ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാകട്ടെ അയാളുടെ അമ്മയുടെ തന്നെ അടക്കിയ സ്ഥലമൊക്കെ നശിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അയാളും ഒരു കാത്തലിക്കൊക്കെ ആയിരുന്നു. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒന്നിച്ചിരുത്തിയതിനു ശേഷം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അവിശ്വാസങ്ങളൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ ഒരു വിഭാഗക്കാര് ചെയ്യുന്നത്. പലയിടങ്ങളിലുമായിട്ട് അവർ പല പല മീറ്റിംഗും നടത്താറുണ്ട്. ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ അവരുടെ ആ ഒരു നാടിനെ തന്നെ ഇവർ നശിപ്പിക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പല കത്തുകളും ഉയരുന്നത്. അതുപോലെ തന്നെ ആളുകൾ പലരും കാത്തോലിക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി കൊല്ലുകയും ചെയ്യുന്നു. അവരുടെ അടുത്തുള്ള നാട്ടില് വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെ ആയിരുന്നു അത്. മാത്രമല്ല പല പല ആൾക്കാർ കൊല്ലപ്പെടുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ നാട്ടിലും ഇതേ കാര്യം വരുമോ എന്ന പേടിയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ആ നാട്ടിലുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഈസന്റെ അച്ഛനോടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈസന്റെ അച്ഛനും ത്യാഗം അനിവാര്യമാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരാൾ മാത്രമേ അങ്ങനെ കൊല്ലപ്പെടുകയുള്ളൂ എന്ന കാര്യവും പറയുന്നു. അങ്ങനെ അവരും വോൾഷിമിനെ ഒറ്റുകൊടുക്കുകയാണ്. വോൾഷിമും ഒരു കാത്തലിക് വിശ്വാസിയാണെന്നുള്ള രീതിയിൽ ആൾക്കാരെല്ലാവരും തന്നെ അവളുടെ പേരൊക്കെ വിളിച്ചു പറയുന്നു. ആ ഒരു ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ സ്വന്തം ജീവൻ രക്ഷിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവളുടെ പേരൊക്കെ പറഞ്ഞിട്ടുള്ളത്. രാജാവിന്റെ ഗാർഡ്സും ഈ ഒരു ലോക്കറ്റൊക്കെ നിനക്ക് ആരാണ് നൽകിയതെന്ന് ചോദിച്ചുകൊണ്ട് ഈസർ നൽകിയിട്ടുണ്ടായിരുന്ന ലോക്കറ്റൊക്കെ അവളെ കാണിച്ചു കൊടുക്കുന്നു. അത് ആരാണ് നൽകിയതെന്ന് പറയുകയാണെങ്കിൽ അവളെ വെറുതെ വിടാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവളും അത് ആരാണ് നൽകിയതെന്ന് തുറന്നു പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല. അത് അവളുടേത് മാത്രമാണെന്ന് പറഞ്ഞു നിൽക്കുന്നു. അവനും നാട്ടിലേക്ക് തിരിച്ചെത്തിയ അന്നായിരുന്നു അവളെ കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവനും വിവരമറിഞ്ഞ സ്ഥലത്തേക്കൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവളും മരിക്കുന്ന കാഴ്ചയായിരുന്നു അവൻ കണ്ടതും. അവളെ രക്ഷിക്കുവാനായിട്ട് അവന് സാധിച്ചേയില്ല. പ്രണയത്തിന് ആരെയും രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഏതൊരു മനുഷ്യനെയും കൂടുതൽ അശക്തനാക്കുന്നതാണ് പ്രണയം എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും പ്രണയത്തിന് ഒരാളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം ഞാൻ നിനക്ക് തെളിയിച്ചു തരാമെന്ന് അവൻ പറഞ്ഞതിനെ കുറിച്ചും അവൻ ഇപ്പോൾ ഓർക്കുന്നു. അവൾ കൺമുമ്പിൽ മരിച്ചിട്ടുണ്ടായിരുന്ന കാഴ്ചയൊക്കെ കാണുന്ന അവനും പ്രതികാരം ചെയ്യണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പോലും അവൻ അപ്പോൾ കൊന്നു കളയുകയാണ്. ദൈവമുള്ളത് സ്വർഗത്തിലാണ് എങ്കിൽ എനിക്ക് അവിടേക്ക് പോകുവാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് അവൻ ആത്മഹത്യയും ചെയ്യുന്നു. ഗോൺ ഇത്രയും കാര്യങ്ങൾ സ്വപ്നത്തിൽ കണ്ടതായിരുന്നു. അവൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അടുത്ത ഡോഹി കിടക്കുന്നതൊക്കെ കാണുന്ന അവനും നിന്നെ കൊന്നത് ഞാൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. എന്റെ വിശ്വാസം കാരണമായിരുന്നു നീ മരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുകയാണ്. അവളും അവന്റെ ഫേവറേറ്റ് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ ആകെ മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എന്താണ് നിനക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും അന്വേഷിക്കുന്നു. അപ്പോഴായിരുന്നു ഞാൻ മനുഷ്യനായിട്ടിരുന്ന സമയത്തെ കാര്യങ്ങളെല്ലാം തന്നെ സ്വപ്നത്തിലൂടെ ഞാൻ കണ്ടു എന്ന കാര്യം അവനും അറിയിക്കുന്നത്. അവൻ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ അറിയുവാനായിട്ട് അവൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവളും ആ ഒരു സ്വപ്നത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ പേര് വോൾഷിം എന്നായിരുന്നു എന്നൊക്കെ അവനും പറയുകയാണ്. അപ്പോൾ നീ നിന്നെ കുറിച്ചായിരുന്നില്ല അല്ലെ, എക്സിനെ കുറിച്ചായിരുന്നു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും മോനെ കളിയാക്കുകയാണ്. അതൊക്കെ പോട്ടെ, സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു, ഹാപ്പി എൻഡിങ് ആയിരുന്നോ അതോ സാഡ് എൻഡിങ് ആയിരുന്നോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും സ്റ്റോറി പോലെ മാത്രമായിരുന്നു അതും എന്നൊക്കെ പറഞ്ഞിട്ട് അവനും കോഫിയൊന്നും കുടിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവന് മൊത്തത്തിൽ ഒരുപാട് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവനും ഗോഡിനെ കാണുവാനായിട്ട് ചെന്നിരിക്കുകയാണ്. അവനെ കണ്ട് കഴിയുമ്പോൾ തന്നെ അവന്റെ ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു കിട്ടിയ കാര്യമൊക്കെ ഗോഡ് മനസ്സിലാക്കുന്നു. ഞാൻ ആത്മഹത്യ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടായിരുന്നു നിങ്ങൾ എന്നെ ഒരു പിശാചാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ ഗോഡിനോട് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് സ്വർഗത്തിൽ മാത്രമല്ല നരകത്തിലും ഒരു ജോലിക്കാരന്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. നിനക്ക് മനുഷ്യരുടെ അടുത്തുള്ള ദേഷ്യമൊക്കെ കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം വെച്ച് ഞാൻ നിന്നെ ഒരു പിശാചാക്കി മാറ്റി എന്നൊക്കെ ഗോഡും പറഞ്ഞു കൊടുക്കുന്നു. വിധി എപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ കയ്യിലുണ്ടിരുന്ന ടാറ്റു ഒക്കെ അവളുടെ കയ്യിലേക്ക് മാറിയതും നിങ്ങളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നു. ഇനിയും നിർഭാഗ്യം നിന്നെ പിന്തുടരുന്നതായിരിക്കുമെന്നൊക്കെ ഗോഡ് പറയുമ്പോഴത്തേക്കും അവനും ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. അവൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിന്റെ ഫലമായിട്ടാണ് അവൻ ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്നതെന്ന കാര്യം ഗോഡും പറയുന്നു. അവനും ഇപ്പോൾ വീണ്ടും ആ ഒരു ഡ്രോയിങ് ഒക്കെ നോക്കി നിൽക്കുകയാണ്. അവൻ തിരിച്ച് ബോക്യോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ബോക്യോനോട് അവൻ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തിരിപ്പുണ്ടെന്നുള്ള കാര്യം പറയുന്നു. വോൾഷിം എന്ന പെൺകുട്ടി അത് ഡോഹി തന്നെ ആയിരുന്നു. ഞങ്ങൾ വെറുതെ കണ്ടുമുട്ടിയതൊന്നും ആയിരുന്നില്ല, വിധിയാണ് ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അപ്പോൾ നീ അവളെ കണ്ടതിന് ശേഷമാണ് മനുഷ്യനായി മാറിക്കൊണ്ടിരുന്നത് അല്ലേ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഡോഹി. അതുകൊണ്ടായിരുന്നു നീ ഡോഹിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ പവേഴ്സും മിന്നി മാഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെ കുറിച്ച് നീ ഡോഹിയോട് പറയുന്നുണ്ടോ എന്നൊക്കെ ബോക്കി ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും അവൾ അറിയാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നൊക്കെ ആയിരുന്നു അവന്റെ മറുപടി. വോൾഷിമിനോട് അവൻ ഇപ്പോഴും സ്നേഹമുള്ളത് കൊണ്ടായിരിക്കുമോ എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാക്കുക എന്ന സംശയത്തിലൊക്കെയാണ് ഡോഹി ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇരിക്കെ സെക്രട്ടറി റൂമിലേക്ക് വരുമ്പോഴത്തേക്കും
പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടെയുള്ള ആള് മറ്റൊന്നും തന്നെ സംസാരിക്കാതെ അയാളെ സപ്പോർട്ട് ചെയ്ത് മാത്രം കൂടെ നിന്നാൽ പോരെ എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. ഇതാണ് ഏറ്റവും നല്ല തീരുമാനമെന്നൊക്കെ സെക്രട്ടറിയും പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോഹിയും ഒന്നും ചെയ്യാതെ അവനു വേണ്ടി കാത്തിരിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. അമ്മേനെ കാണുന്ന ഡോഗിങ്ങും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഒന്നും അറിയത്തില്ലാത്തതുപോലെയാണ് നിങ്ങൾ ഇത്രയും നാളും പെരുമാറിയിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ശരിക്കുമുള്ള പിശാച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നു. അമ്മ ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ടായിരുന്നു ഇത്രയും നാളായിട്ടും ശിക്ഷിക്കപ്പെടാതെ ഇരുന്നതെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും ഞാൻ എന്ത് തെറ്റായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അമ്മയോട് ചോദിക്കുകയാണ്. നീ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അനുസരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് നീ ചെയ്ത തെറ്റ്. അതുകൊണ്ട് തന്നെ അതിന്റെ ശിക്ഷയാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അമ്മ പറയുകയും അവനെ കൂടുതലായിട്ടൊക്കെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഡോഗിങ് അവിടെ വെച്ച് ഒരുപാട് വയലന്റ് ആയതിനു ശേഷം ഇനി അടുത്തതായിട്ട് നീയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവനും അകത്തേക്ക് പോകുന്നു. ഇനി ഡോഗിങ്ങിന്റെ അമ്മ അവിടെ നിന്ന് നേരെ ഒരു എക്സിബിഷൻ സെന്ററിലൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പെയിന്റിംഗ് ഒക്കെ മേടിച്ചതിനിടയ്ക്ക് അവൾക്കൊരു കോളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും അവളും പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുന്നു. സെഹോൺ ഡോഹിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവനും ഇപ്പോൾ ഗുവോണിനെ കാണുന്നു. കൈയൊക്കെ നേരാക്കി തന്നതിന് സെഹോൺ നന്ദി പറയുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ഡോഗിങ്ങിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവന് ശരിക്കും മെന്റലി പ്രോബ്ലം ഒക്കെ ഉള്ളതാണ്. അന്ന് നീ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഡോഗിനെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് സെഹോണും ഇരിക്കുന്നു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതിൽ നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതൊരിക്കലും ഒരു തെറ്റിദ്ധാരണ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുവണും പോക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഡോഹിയുടെ അടുത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് ഡോഹിക്കും ഒരു കോള് വരുന്നത്. ആ ഒരു കോളിലാകട്ടെ ഡോഗിങ് മരിച്ചതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡോഗിങ് ആത്മഹത്യ ചെയ്തതായിരുന്നു. ഇപ്പോൾ അവന്റെ അടക്കം നടക്കുന്നു. ഡോഗിങ്ങിന്റെ അമ്മയുടെ കയ്യിലും ഇപ്പോൾ നേരത്തെ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ സെഹോണും അമ്മനെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ പോകുന്നു. നിനക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയുവാനായിട്ട് മടിക്കരുതെന്ന് അവൻ പ്രത്യേകമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഡോഗി സുക്മിനെ കാണുവാൻ എത്തി കഴിയുമ്പോഴത്തേക്കും സുക്മിനും ഓരോ കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലായിരുന്നുവെന്നും എല്ലാം ഡോഗിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും ഒരു പേരന്റ് എന്ന നിലയിൽ ഞാൻ തോറ്റുപോയിരിക്കുകയാണെന്നുമൊക്കെ ഡോഹിയോടും തുറന്നു പറയുകയാണ്. ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. മാത്രമല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്തറിയുകയാണെങ്കിൽ കമ്പനിക്കും അതൊരു നാണക്കേടായി മാറുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് എല്ലാം തന്നെ ഒത്തുതീർപ്പാക്കുവാനായിട്ടായിരുന്നു സുക്മിനും ആഗ്രഹിക്കുന്നത്. ഡോഗിങ് സ്വന്തം മുത്തശ്ശിനെയൊക്കെ കൊന്നിരിക്കുകയാണ്. അവനെ എങ്ങനെയാണ് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടക്കൊക്കെ കൂടുവാനായിട്ട് സുവാനും എത്തിയിരിക്കുകയാണ്. പക്ഷെ സുവാനെ സുക്മിൻ സമാധാനപ്പെടുത്തുന്നു. നേരത്തെ ആ ഒരു കില്ലർ ഡോഗിങ്ങിന്റെ പേരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അബ്രാസസ് എന്നൊരു പേരിലൊക്കെ ആയിരുന്നു. അത് ഒരു കഥയിലെ പേരൊക്കെയാണ്. മാത്രമല്ല ഒരു പക്ഷിനെ കുറിച്ചായിരുന്നു അതിൽ പറയുന്നതും. ആ ഒരു കഥയുമായിട്ട് അവന്റെ പേര് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴത്തേക്കും അവന്റെ ചിറകുകളൊക്കെ ഒന്ന് വിരിക്കുവാനായിട്ട് മാഡം കൊല്ലേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവരും ഓർത്തു പോക്കുകയാണ്. അവന് മറ്റു മാർഗങ്ങളില്ലാതെ ആയിരുന്നു അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവരും സംശയിക്കുന്നു. ഡോക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിക്കും സുഗ്മിൻ അറിയുകയില്ലായിരുന്നു എന്നൊക്കെ അവളും സംശയിച്ചു പോകുകയാണ്. സുഹാൻ ആകെ ദേഷ്യപ്പെട്ടൊക്കെ ആയിരുന്നു ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നതെങ്കിലും എനിക്ക് എന്റെ അമ്മേനെയും മകനെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മിറൈ ഗ്രൂപ്പിന് ഇനി അനന്തരാവകാശികൾ ആരും തന്നെയില്ല. നിന്റെ മക്കളിൽ മാത്രമാണ് എനിക്കിപ്പോൾ പ്രതീക്ഷ ഉള്ളതെന്നൊക്കെ സുക്മിൻ പറയുമ്പോഴത്തേക്കും സ്വത്തൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ സുവാനും എല്ലാ കാര്യങ്ങളും അങ്ങ് മറന്നു കളയുകയാണ്. ഡോഹിയും ഇപ്പോൾ മാഡജുവിനെ ചെന്ന് കാണുന്നു. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവസാനിച്ചുവെങ്കിൽ പോലും ഒരു കാര്യങ്ങളും അവളുടെ മനസ്സിൽ നിന്നും അവൾക്ക് മായ്ച്ചു കളയാനായിട്ട് കഴിയുന്നില്ല. ഒരു പക്ഷേ കുറച്ചു കാലമൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാം മറക്കുമോ എന്ന സംശയമായിരുന്നു അവൾക്കും ഉണ്ടായിരുന്നത്. ഗോൺ 200 വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളല്ലേ. സമയം കഴിയും തോറും മനസ്സിലുണ്ടായിരുന്ന വേദനകളും മാറുമോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും വേദനകളൊന്നും തന്നെ അങ്ങനെ മായുകയില്ലെങ്കിൽ പോലും നമുക്ക് ഓർമ്മകളെ മായ്ച്ചു കളയാനായിട്ട് കഴിയുമെന്ന് അവനും പറയും. ബോക്കിയും സെക്രട്ടറിയും ഒന്നിച്ച് പാർക്കിലൊക്കെ പോയി എൻജോയ് ചെയ്യുകയാണ്. എനിക്ക് എല്ലാ രീതിയിലുള്ള സ്വീറ്റ്സും ബൊക്യുവിനെയും ഇഷ്ടമാണെന്നൊക്കെ സെക്രട്ടറി പറയുമ്പോഴത്തേക്കും അവന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു. നീ നാളത്തെ പെർഫോമൻസ് ഒക്കെ കാണുവാനായിട്ട് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബൊക്യുവും പെർഫോമൻസിന്റെ ഒരു ടിക്കറ്റ് ഒക്കെ നൽകുമ്പോഴത്തേക്കും പേഴ്സണൽ ലൈഫിന്റെ ഇടയ്ക്ക് വർക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല എന്നൊക്കെ ആയിരുന്നു സെക്രട്ടറിയും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കമ്പനിയിലെ 3 പേര് പാർക്കിലേക്കൊക്കെ എത്തുന്നത്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും സെക്രട്ടറിനെ അവർ തിരിച്ചറിയാതിരിക്കുവാനായിട്ട് സെക്രട്ടറിയും പെട്ടെന്ന് തന്നെ കിസ്സൊക്കെ ചെയ്തിരിക്കുന്നു. പബ്ലിക് പ്ലേസിൽ ഇതുപോലെ കിസ്സൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരും അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോകുന്നു. ഗായകന്റെ പെർഫോമൻസ് ഒക്കെ കാണുവാനായിട്ട് ഗുവോണും ഡോഹിയും കൂടെ ഒന്നിച്ചെത്തിയിരിക്കുകയാണ്. ആ ഒരു പെർഫോമൻസിനൊക്കെ ശേഷം അവളും കൊറിയ തന്നെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുവാനായിട്ട് ഗുവോണിനെയും കൂടി സ്റ്റേജിലേക്കൊക്കെ അവർ ക്ഷണിക്കുന്നു. പെയിന്റിങ്ങില് വാളൊക്കെ ആയിട്ട് ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടീനെ നോക്കിക്കൊണ്ട് ഗുവോൺ നിൽക്കുന്നത് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അതേ രീതിയിലൊക്കെ എന്നെ നോക്കുവാനായിട്ടായിരുന്നു ഞാനും ഈ ഒരു നൃത്തമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്.
പക്ഷേ ഇപ്പോൾ ആകട്ടെ അവൻ ആ രീതിയിലൊക്കെ ഡോഹിനെ നോക്കുന്നുണ്ട്. അവനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എന്റെ നൃത്തം നഷ്ടപ്പെട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യുവാനായിട്ട് കയറുന്നു. ഗായക നൃത്തം ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും മനുഷ്യനായിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗോവൺ ഓർത്തുകൊണ്ട് വരുന്നത്. ഗോവന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നത് കാണുമ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചതെന്ന കാര്യമൊക്കെ ഡോഹിം അവന്റെ അടുത്ത് ചോദിക്കും. ഞാൻ സ്നേഹിച്ച പെൺകുട്ടീനെ കുറിച്ച് ആൾക്കാർ ചേർന്ന് കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും അവരോടുള്ള ദേഷ്യം കാരണം അവരെ എല്ലാവരും ഞാൻ കൊന്നു. ഒരുപക്ഷെ ഞാൻ അവളെ സ്നേഹിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അവളെ നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഞാൻ കാരണം നിനക്കും കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുമോ എന്ന പേടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നൊക്കെ ഗുവോൺ അവളോട് പറയുമ്പോഴത്തേക്കും ഡോഹി ആകട്ടെ, നീ എന്റെ കൂടെ ഇല്ല എങ്കിലാണ് എന്റെ ജീവിതത്തിൽ കഷ്ടതകളൊക്കെ ഉണ്ടാക്കുക. അഥവാ കഷ്ടതകൾ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നീ എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അതെല്ലാം തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഡോഹിയും പറയുകയാണ്. ഗുവോണും വിധിയെന്ന ഒന്നുണ്ടെങ്കിൽ ഈ തവണയെങ്കിലും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കെ ഗായക പെർഫോം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ അതിൽ പറന്നു വരികയാണ്. ഡോഹിയും ഗുവോണും ഒന്നിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഗായകവും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു. മാഡം ചു ഒരു പള്ളിയിലച്ഛനൊക്കെ കാണുവാനായിട്ട് പോകുമായിരുന്നല്ലോ, ആ ഒരു അച്ഛനൊക്കെ കാണിക്കുകയാണ്. ഡോഹയുടെ പേരൻസിന് ആക്സിഡന്റ് ഒക്കെ നടന്ന അന്ന് ഞാനും ഒരു ഡെവിളിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് മാഡൻചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോണും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളെ ചിരിച്ചു കാണിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന എഗ്രിമെന്റ് ഒക്കെ കത്തിച്ചു കളയുകയാണ്. ആ ഒരു സമയത്ത് ഡോഹയുടെ ഫോൺ കോൾ ഒക്കെ വരുന്നുണ്ടായിരുന്നു. അവനും അവിടെ നിന്ന് നടക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും മാഡൻചുവിനെ കാണുന്ന അവനാകട്ടെ മാഡൻചുവിനെ ചിരിച്ചു കാണിക്കുന്നു. ഈ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ 12th എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി വെറും 4 എപ്പിസോഡ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.